കോൺട്രാക്ട് മാരേജ്. ഇവിടെ വന്നിരിക്കേട്ടാ. വിഷ്ണുവേട്ടൻ കാര്യങ്ങളൊക്കെ പറയും. പാർവതിയും കൂടി അവനെ അനുനയിപ്പിക്കാനൊരു ശ്രമം നടത്തി. വേണ്ട വേണ്ട, നിന്റെ യാതൊരു പുന്നാരവും എനിക്ക് കേൾക്കണ്ട. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ രണ്ടാളും ഒറ്റക്കെട്ടായി. അല്ല, അതങ്ങനെ തന്നെ വേണം താനും. പക്ഷെ ഇത്രമാത്രം ഇവനെ സ്നേഹിച്ചുകൊണ്ട് നടന്ന എന്നോട് തന്നെ ഇങ്ങനൊരു ചതി ചെയ്യരുതായിരുന്നു. ഇതിപ്പോ അയലത്തെ ആളുകൾ പറഞ്ഞാണ് അനിയൻ പോലീസുകാരനാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. മതിയടാ, ഇതിനൊക്കെ തന്നെ അങ്ങ് മുന്നോട്ട് പോകട്ടെ. നിന്നെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി വന്നതാ ഞാൻ. ഇനിയിപ്പോൾ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പാർവതിയും സേഫാണല്ലോ. പോലീസ് ഓഫീസറല്ലേ ഭർത്താവ്. ഇനിയിപ്പോ ഏട്ടന്റെ സഹായമൊന്നും നിനക്ക് ആവശ്യമില്ല മോളെ. ദത്തൻ പുറത്തേക്ക് പോകാനായി തുടങ്ങിയതും വിഷ്ണുവിനെ വട്ടം ചുറ്റി പിടിച്ചു. എന്നിട്ട് കൂടുതലൊന്നും നോക്കിയില്ല. അവനെ പൊക്കിയെടുത്ത് തോളത്തേക്ക് ഇട്ടുകൊണ്ട് നേരെ ബെഡ്റൂമിലേക്ക് പോയി. ഡാ വിടടാ, എന്നെ താഴെ നിർത്ത്. ദത്തൻ അലറി വിളിച്ചു. പക്ഷെ വിഷ്ണു അതൊന്നും ചെവിക്കൊണ്ടില്ല. റൂമിലെത്തിയ ശേഷം ഡോർ അകത്തു നിന്ന് അടച്ച് ലോക്ക് ചെയ്തു. എനിക്ക് നിന്നോട് കുറച്ചേറെ കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് വേണം നീ എന്നോട് റിയാക്ട് ചെയ്യേണ്ടത്. ഇടയ്ക്ക് കയറി എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ മുഖത്തിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. വിഷ്ണു അവനെ നോക്കി കലിപ്പോടെ പറഞ്ഞു. നിന്റെ ഒരു കോപ്പും എനിക്ക് കേൾക്കണ്ടടാ പുല്ലേ. കുമ്പസാരമൊക്കെ ചെവിക്കൊള്ളാനും മാത്രം വിട്ടിയല്ല ഞാൻ. ദത്തൻ വിഷ്ണുവിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ഡോർ തുറക്കാനായി പോയതും വിഷ്ണു വീണ്ടും അവനെ തടഞ്ഞു. ഞാൻ പറയുന്ന കേട്ടിട്ട് നീ പൊയ്ക്കോ. അല്ലാണ്ട് ഇവിടെ നിറങ്ങാന്ന് സ്വപ്നത്തിൽ പോലും കരുതുകയും വേണ്ട. എന്താടാ, പോലീസ് ഓഫീസർ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? നീ എന്ത് വേണേലും ചിന്തിച്ചോ, അതൊന്നും എന്നെ ബാധിക്കില്ല. പറഞ്ഞുകൊണ്ടവൻ ദത്തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവനെ തന്റെ റൂമിന്റെ അടുത്തായിട്ടുള്ള പ്രൈവറ്റ് റൂമിലേക്കാണ് കൊണ്ടുപോയത്. ബഹളം കൂട്ടരുത്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ വ്യക്തമായി കേൾക്കണം. എന്നിട്ട് എന്നോട് ചാടിക്കടിക്കാൻ വരാവുള്ളൂ. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേടാ? കേൾക്കണം. ഇത്രയും നേരം ഉള്ള തമാശകളെ പോലെയല്ല. നീ മൂന്നാറിൽ നിന്ന് തിരിച്ചു വന്നിട്ട് നിന്നോട് സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തന്നെ ഇരിക്കുമായിരുന്നു ഞാൻ. വിഷ്ണുവിന്റെ മുഖം ഗൗരവത്തിലായി. എന്നിട്ട് ഓരോ കാര്യങ്ങളായിട്ട് അവനോട് പറഞ്ഞു തുടങ്ങി. ഏകദേശം 3/4 മണിക്കൂറോളം എടുത്തു വിഷ്ണു നടന്ന സംഭവ വികാസങ്ങൾ ഒന്നൊന്നായി അവനോട് പറഞ്ഞു തീർന്നപ്പോ. എല്ലാം കേട്ടിട്ട് വല്ലാത്തൊരു ഭാവത്തിലിരിക്കുകയാണ് ദത്തൻ. എന്തൊക്കെയോ പേടി പോലെ അവന് തോന്നിത്തുടങ്ങി എന്നതായിരുന്നു സത്യം. ശരിക്കും മുഹമ്മദാണോ ഇവിടുത്തെ വില്ലൻ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവനൊരു ചെന്നായാണ്. നമ്മൾ കഥകളിലൊക്കെ വായിച്ചറിഞ്ഞ പോലെ ആട്ടിൻതോലിട്ട ചെന്നായ. എടാ, അപ്പൊ മഹാദേവൻ? അവനും മുഹമ്മദും തമ്മിൽ എന്തൊക്കെയോ കണക്ഷനുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊരു നാടകത്തിന് ഇറങ്ങിത്തിരിച്ചത്. ഒപ്പം പാർവതിയുടെ പേരിലുള്ള കോടിക്കണക്കിന് സ്വത്തുക്കൾ. പാർവതി വിവാഹം കഴിച്ചെങ്കിൽ ആ സ്വത്തുക്കളും തട്ടിയെടുക്കാമെന്ന് അവൻ കരുതിക്കൂട്ടി. മുഹമ്മദിലേക്കുള്ള വഴി അതാണ് ഇനി എന്റെ ലക്ഷ്യം. വിഷ്ണു, പക്ഷെ എങ്ങനെ? കണ്ടുപിടിക്കണം. ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി എനിക്ക് തെളിച്ച് തന്നിരിക്കും, അതുറപ്പാണ്. ദത്തനെ നോക്കിക്കൊണ്ട് വിഷ്ണു ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു. പാർവതി, അവൾക്കറിയാമോ ഇല്ല? ഇല്ലടാ, എല്ലാ കാര്യങ്ങളും അറിയില്ല. കോവിലകത്ത് മുഹമ്മദ് വന്ന വിവരങ്ങളൊക്കെ അവൾ എന്നോട് പറഞ്ഞിരുന്നു. കൂടുതലായിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ അവൾക്ക് പേടിയാകും. അതുകൊണ്ട് തന്നെ ഞാൻ അവളോട് അത്ര കണ്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞ നിന്റെ വരവും കാത്തിരിക്കുമായിരുന്നു ഞാൻ. നീ എന്താ എന്നിട്ട് എന്നോടൊന്നും മുന്നേ പറയാതിരുന്നത്? മഹാദേവനെ കുറിച്ച് മാത്രമേ എനിക്കറിയുള്ളായിരുന്നു. മഹാദേവൻ സ്വത്തിനു വേണ്ടി പാർവതിയെ കല്യാണം കഴിച്ചു എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അതിന്റെ പേരിൽ ഇത്രമേൽ വലിയൊരു കൈകൾ ഉണ്ടെന്നുള്ളത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ഓർത്തിട്ടില്ല. ഒരുപാട് പെൺകുട്ടികളെയാണ് അവൻ. വിഷ്ണു പറയുന്ന കേട്ടതും ദത്തന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. നമുക്കവനെ നേരിടണം. നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. എല്ലാ പഴുതുകളും അടയ്ക്കണം. വിഷ്ണു പറഞ്ഞതും ദത്തൻ അവന് കൈകൊടുത്തു. ദത്ത, എന്തായാലും കേസ് ഇത്രത്തോളം ആയ സ്ഥിതിക്ക് കുറച്ച് ദിവസങ്ങൾ നീ ഇവിടെ നിൽക്കണം. എനിക്ക് പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യേണ്ടി വരും. പാർവതിക്ക് സാധാരണയായിട്ട് ഗീത ചേച്ചി അനൂപമാണ് കൂട്ടിരിക്കുന്നത്. എന്നാൽ ഇനിയിപ്പോൾ അവരുടെ മാത്രം സംരക്ഷണത്തിൽ പാർവതി ഇവിടെ ആക്കിയിട്ട് പോകുന്നത് ഒട്ടും സേഫല്ല.
അതുകൊണ്ട് നീയും കുറച്ചു ദിവസത്തേക്ക് ഇവിടെ നിൽക്കണം. അച്ഛൻ പറഞ്ഞത് 2 ദിവസം കഴിയുമ്പോൾ ഹൈറേഞ്ചിലേക്ക് പോകാനാണ്. സാരമില്ലടാ, അത് ഞാൻ ക്യാൻസൽ ചെയ്തോളാം. നീ പറയുന്ന പോലെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. നിന്നെ ഏൽപ്പിച്ചിട്ട് പോയെങ്കിൽ മാത്രമേ എനിക്കൊരു മനസ്സമാധാനം ലഭിക്കുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് മടങ്ങി വരികയെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു അഡ്വക്കേറ്റ് പെൺകുട്ടിയുടെ തിരോധാനത്തെക്കുറിച്ച് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? അവരുടെ വീട്ടിൽ പോയി അന്വേഷിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ തുമ്പ് കിട്ടും. കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ നീ ഒറ്റയ്ക്ക്. വളരെ റിസ്ക് ആയിട്ടുള്ളൊരു ഫാക്ടറാണിത്. അതെ, ഹൈലി റിസ്ക് ആയിട്ടുള്ള ഓപ്പറേഷനാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അവനെ കുരുക്കിയില്ലെങ്കിൽ ഒന്നിനൊന്ന് പ്രശ്നം കൂടും. അവൻ്റെ അടുത്ത നീക്കം അതുണ്ടാവാൻ ഇടവരരുത്. ദത്തൻ തലയിളക്കി. അവന് തോന്നിയിരുന്നു വിഷ്ണു കൂടുതൽ ഭയക്കുന്നത് ഇനി അയാൾ പാർവതിയെ തട്ടിക്കൊണ്ടു പോകുമോ എന്നതാണെന്ന്. ആ സാധ്യത തള്ളിക്കളയാനും പറ്റില്ല. ദത്ത, ഇറങ്ങി വാടാ. പാറു പേടിച്ചു വിറിച്ചിരിക്കുവാകും. വിഷ്ണു എണീറ്റി എന്ന് വാതി തുറന്നു. ഹോളിൽ കിടന്ന കസേരയിൽ വെറുതെ ഇരിക്കുന്നുണ്ട് പാർവതി. രണ്ടാളും കൂടി വരുന്നത് കണ്ടപ്പോൾ ഇരുവരുടെയും ദേഷ്യവും പിണക്കവും ഒക്കെ മാറിയെന്ന് അവൾക്ക് തോന്നി. ദത്തനോട് ഗൗരവത്തിൽ ഒരു വാക്കുപോലും സംസാരിക്കരുതെന്ന് വിഷ്ണു നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പിന്നീട് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെട്ടതുപോലും. ഇത്തിരി നേരം അവരോടൊപ്പം സംസാരിച്ചിരുന്നിട്ട് വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ദത്തൻ ഇറങ്ങി. അതെന്താ ഏട്ടാ, ദത്തേട്ടൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞേ? പാർവതിക്ക് സംശയം. അവനും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് സമാധാനമാവും. ഇതിപ്പോൾ എന്തേലും ആവശ്യം വന്നാൽ ഗീതേച്ചി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. തന്നെയല്ലടാ, അനൂപ് ഓട്ടത്തിലാണെങ്കിൽ എല്ലാം കുഴപ്പമാകും. അവൾ തലയിളക്കി. ദത്തനും കൂടി വരുന്നതുകൊണ്ട് പാറു കുറച്ച് സാമ്പാറും പുളിയിഞ്ചിയും ഒക്കെ ഉണ്ടാക്കി. അവൻ്റെ ഇഷ്ടപ്പെട്ട കറികളാണിതൊക്കെ. അതുകൊണ്ടായിരുന്നു താനും. 2 മണിക്കൂർ അതിനുള്ളിൽ ദത്തനെത്തി. അടുത്ത ദിവസം ഗീത ചേച്ചിയുടെയും ദത്തൻ്റെയും അടുത്ത് പാർവതിയെ ഏൽപ്പിച്ച ശേഷമാണ് വിഷ്ണു സ്റ്റേഷനിലേക്ക് പോയി തുടങ്ങിയത്. അവൻ പൂർണ്ണമായും ഡെഡിക്കേറ്റഡ് ആയിട്ട് മുഹമ്മദിനെ കുറിച്ചുള്ള കേസ് അന്വേഷിച്ചു. മുഹമ്മദ് ചതിച്ച പല പെൺകുട്ടികളെയും അവൻ കണ്ടെത്തി. അവരോടൊക്കെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി. ഫോണിൽ മുഹമ്മദ് അയച്ച മെസ്സേജസ്, കോൾ ഡീറ്റെയിൽസ് ഒക്കെ വിഷ്ണു കളക്ട് ചെയ്തു. അവൻ്റെ അശ്ലീല ബോൺ സംഭാഷണം, അവൻ പറയുന്ന സ്ഥലത്ത് എത്തിയില്ലെങ്കിലുള്ള ഭീഷണിയും ഒക്കെ കലർന്നിരുന്ന. അതുപോലെ തന്നെ അവനുമായിട്ടുള്ള റിലേഷന് ശേഷം ആ കാര്യങ്ങൾ വർണ്ണിച്ചുകൊണ്ടുള്ള മെസ്സേജസ്, ഇവയെല്ലാം വിഷ്ണു കളക്ട് ചെയ്തു. പെൺകുട്ടികൾക്ക് എല്ലാവർക്കും പരാതി കൊടുക്കുവാൻ സ്റ്റേഷനിൽ വരാൻ ഭയമാണെന്ന് പറഞ്ഞു. കൂടുതൽ പെൺകുട്ടികളും അവരുടെ സ്ഥാപനത്തിലെ തന്നെ അന്തേവാസികളായിരുന്നു. കാണാൻ അതിസുന്ദരികൾ. പലരും ജീവിതം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കഴിഞ്ഞുകൂടുന്നത്. വിഷ്ണു അവരോടൊക്കെ ഒരുപാട് നേരം സംസാരിച്ചു. ജീവിതത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരുവാൻ അവനാവുന്നത്ര പണിപ്പെട്ടു. യാതൊരു കാരണവശാലും തളർന്നു പോകരുതെന്നും പാതി വഴിയിൽ ജീവൻ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞാൽ ഈ ആയുഷ്കാലം മുഴുവനും വെറുതെ പരാജയപ്പെട്ടു പോകുമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അവരെ സമാധാനിപ്പിച്ചു. അതിനുവേണ്ടി വിഷ്ണു ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടി. അവർക്ക് ഒരു ലേഡിയായിരുന്നു, ലളിതാംബിക എന്നായിരുന്നു മേഡത്തിന്റെ പേര്. ഒരു ഗുരുവിനെ പോലെ ആ സൈക്കോളജിസ്റ്റ് പെൺകുട്ടികളെയൊക്കെ മാറി മാറി വിളിച്ച് ആശ്വസിപ്പിച്ചു. അവരെയൊക്കെ ജീവിതത്തിലേക്ക് വീണ്ടും കൈപിടിച്ച് കയറ്റുവാൻ ഒരു നല്ല പങ്ക് വഹിച്ചു. വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം കോടതിയിലെ ജഡ്ജിയെ കണ്ടിട്ടാണ് 1-2 പെൺകുട്ടികൾ ചെന്ന് അവരുടെ പരാതി ബോധിപ്പിച്ചത്. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ ഭയമാണെന്ന് അവർ ജഡ്ജിയോട് പറഞ്ഞു. അത് സാരമില്ലെന്നും നിങ്ങൾ ആദ്യം പോലീസിൽ പരാതി കൊടുക്കുകയാണ് വേണ്ടതെന്നും നിങ്ങൾ സേഫ് ആയിരിക്കുമെന്നും ഒക്കെ ജഡ്ജി അവരോട് പറഞ്ഞു. എന്നാൽ പെൺകുട്ടികൾക്ക് അത് ഉൾക്കൊള്ളുവാൻ പ്രയാസം. എല്ലായിടത്തും മുഹമ്മദിന്റെ കയ്യാളന്മാരുണ്ടെന്നുള്ളത് വിഷ്ണുവിനും അറിയാം. പിന്നീട് വിഷ്ണുവും ജഡ്ജിയോട് ഇതേക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ അവർ തമ്മിലൊരു ധാരണയിലെത്തി. എല്ലാം ഒന്ന് കരയ്ക്കെത്തിയല്ലോ എന്നോർത്ത് ഏറെ സമാധാനത്തോടെയാണ് വിഷ്ണു വീട്ടിലെത്തിയത്. ഉമ്മറത്ത് ഗീത ചേച്ചി മാത്രമായി ഇരിക്കുന്ന കണ്ടതും അവൻ പെട്ടെന്ന് അവിടേക്ക് കയറി വന്നു. വണ്ടി ഒതുക്കി നിർത്തിയ ശേഷം അവൻ വേഗം ചാടിയിറങ്ങി. ചേച്ചി, പാർവതി ദത്തനും എവിടെ? അയ്യോ മോനെ, മോനല്ലേ സ്റ്റേഷനിൽ നിന്ന് ആളെ അയച്ചത്? അവർ രണ്ടാളും കൂടി ആ വണ്ടിയിൽ കയറി പോന്നു. എവിടേക്ക്? മോന്റെ ബാഗും ഡ്രസ്സും ഒക്കെ ആയിട്ട് വരാൻ പറഞ്ഞു. അവരുടെ സംഭാഷണത്തിൽ വിഷ്ണുവിന് അപകടം മണത്തു.
മുഹമ്മദിന്റെ കളിയാണ് അവന് ബോധ്യമായി. വിഷ്ണു വേഗം തന്നെ വണ്ടിയിൽ കയറി. ചേച്ചി, വാതിലടച്ചിരുന്നു. ഞങ്ങൾ ആരെങ്കിലും വന്നിട്ട് തുറന്നാൽ മതി. അനൂപിനെ ഞാൻ ഇങ്ങോട്ട് അയച്ചോളാം. ഒറ്റ ശ്വാസത്തിൽ അവൻ പറഞ്ഞു നിർത്തി. എന്നിട്ട് വണ്ടി പായിച്ചു വിട്ടു. തുടരും. അഭിപ്രായം പറയണേ. ഈ കഥ തീർന്നു വരുന്നു കേട്ടോ.